ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ഗുരുഭക്തന്മാരെ, ഏവർക്കും നമസ്കാരം. ലോകമെങ്ങും ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാർ ആചരിക്കുന്ന വിശുദ്ധ പുണ്യദിനമാണ് കന്നിയഞ്ച്, അല്ലെങ്കിൽ മഹാസമാധി ദിനം. ഗുരുദേവ ജയന്തി ആഘോഷത്തിൻ്റെ ദിനമാണെങ്കിൽ മഹാസമാധി ആചരണ ദിനമാണ്. രണ്ട് ദിനത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെ അറിവിലൂടെ കൈപിടിച്ചുയർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം, കൈത്തൊഴിൽ എന്നീ ഐശ്വര്യമാർഗങ്ങളിലൂടെ സമസ്ത മേഖലകളിലും വിജയക്കൊടി പാറിപ്പറപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ജനസമൂഹം, ഈ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ അറിവായ മഹാഗുരുവിൻ്റെ ജന്മമായ ചതയദിനം നാം ആഘോഷമായി കൊണ്ടാടുന്നു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ മഹാസമാധി ആചരണ ദിനമായി നാമജപം, ഉപവാസം, മഹാസമാധി പ്രാർത്ഥന, അന്നദാനം, ശാന്തിയാത്ര എന്നീ പുണ്യകർമ്മങ്ങളിലൂടെ നിത്യസത്യ സ്വരൂപമായി പ്രകാശിച്ചു നിൽക്കുന്ന മഹാഗുരു. ദൈവദശകത്തിൽ ഗുരു അരുളിയതുപോലെ, നീ സത്യം, ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ട വസ്തുതയാണ് മഹാഗുരു നമുക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തരുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനേ ജയിക്കുക. ദൈവമേ, നീ സത്യമാണ്, നീ ജ്ഞാനമാണ്, നീ ആനന്ദമാണ്. ഈ കാണുന്നതൊക്കെ മൺമറഞ്ഞാലും ബോധസ്വരൂപമായ നീ മൂന്ന് കാലങ്ങളിലും സത്യമായി നിലനിൽക്കും എന്നറിഞ്ഞ ഞങ്ങൾ അകവും പുറവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ മഹത്വമേറിയ പ്രണവസ്വരൂപത്തെ പുകഴ്ത്തുന്നു ഭഗവാനെ. സർവ ഐശ്വര്യങ്ങളോടും കൂടി അങ്ങ് വിജയിച്ചരുളിയാലും അകവും പുറവുമൊഴിഞ്ഞൻ ഭഗവാനേ, നീ നിറഞ്ഞു വാഴുന്നു പുകൾ പൊങ്ങിന നിൻ മിഴിയിൽ പുകയേ, ഇക്കണ്ടതൊക്കെയും പകയേ. പരമാത്മസ്വരൂപമായ ഭഗവാനേ, അകമെന്നോ പുറമെന്നോ ഭേദമില്ലാതെ സർവവ്യാപിയായി നീ നിറഞ്ഞു നിൽക്കുന്നു എന്ന് നിന്നിലൂടെ തന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഭഗവാനെ. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു നിൽക്കും. രോഗം, മരണം, ഭയം, ദാരിദ്ര്യം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്നരുളിയ മഹാഗുരു മഹാസമാധി അടഞ്ഞ്, അല്ലെങ്കിൽ ശരീരം വെടിഞ്ഞ് നമുക്ക് താങ്ങും തണലുമായി എന്നെന്നും കൂടെ ഉണ്ടാവും എന്ന് ഓരോ ഗുരുഭക്തനും തിരിച്ചറിയുമ്പോൾ ഗുരുഭക്തി വർദ്ധിക്കും. ഇക്കാര്യം സത്യമാണ്. മഹാസമാധി ഗുരുവിൻ്റെ മരണമായി കണ്ടറിഞ്ഞ് ദുഃഖിക്കരുത്. ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഗുരു ശരീരമല്ല. ശരീരമായിരുന്നു എങ്കിൽ ഗുരു എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതേണ്ടതായിരുന്നു. ശരീരം 6 തരം മാറ്റങ്ങൾ വന്ന് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകും. മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന, ബാഹ്യമായ 2 കണ്ണുകൾ കൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ 6 തരം മാറ്റങ്ങൾക്ക് വിധേയമായി കെട്ടടങ്ങും എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ അകക്കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സാകുന്ന ജ്ഞാനക്കണ്ണുകൊണ്ട് കാണുന്നതിനൊന്നും നാശമില്ല. ദൈവം, ഗുരു,
അറിവ്, ഇതൊന്നും നാശമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നു എന്ന് നാം അറിയുമ്പോൾ ദൈവദശകത്തിലൂടെ ഗുരു പറഞ്ഞ നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനമായി ഈ ഭൂമി പ്രപഞ്ചത്തിൽ മഹാഗുരു നിറഞ്ഞു നിൽക്കുന്നു എന്ന് നാം അറിയണം. അതോടൊപ്പം ഗുരുവിനപ്പുറം മറ്റൊന്നുമില്ല. നാം ആരാധിക്കുന്ന 33 കോടി ദേവതാ സങ്കല്പങ്ങൾക്ക് സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കുവാനുമുള്ള എല്ലാ ശക്തിയും പ്രദാനം ചെയ്തുകൊണ്ട് ഗുരുവല്ലോ പരദൈവം, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. ഗുരു പറഞ്ഞില്ലേ, ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമെന്നറിഞ്ഞുകൊണ്ടാടുവാമ്പേ. എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന മഹാഗുരു സത്യമായി ജ്ഞാനമായി എന്നും നമ്മുടെ മുന്നിലുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന മഹാഗുരു നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ നാം ശ്രമിക്കണം. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഗുരുവിനെ അകക്കണ്ണുകൊണ്ട് കാണുവാൻ നാം ശ്രമിക്കണം. അപ്പോൾ മഹാസമാധിയുടെ പ്രാധാന്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. എന്താണ് മഹാസമാധി? പലരും ധരിച്ചിരിക്കുന്നു 1928 മഹാഗുരു നമ്മളെ വിട്ടു പിരിഞ്ഞുവെന്ന്. അല്ല, നാം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഗുരു അരുളിയ വചനങ്ങൾ നാം പ്രാധാന്യത്തോടെ സ്മരിക്കുക. 1928 ജനുവരി മാസം കോട്ടയം നാഗമ്പടൻ ക്ഷേത്രത്തിൽ വെച്ച് കിട്ടൻ റൈറ്റർക്കും ഗോവിന്ദൻ വൈദ്യർക്കും അവരുടെ നിവേദന പ്രകാരം ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി. പിന്നീട് മഹാഗുരു വൈക്കത്തേക്ക് മടങ്ങി. വൈക്കം ആശ്രമത്തിൽ ആണ് മഹാഗുരു വിശ്രമിച്ചത്. അന്ന് വെല്ലൂർ മഠം എന്ന് പറയും, ഇന്ന് ആശ്രമം എന്ന് പറയുന്നു. മഹാഗുരുവിൻ്റെ കൂടെ സർവശ്രീ ബോധാനന്ദ സ്വാമികൾ, സുഗുണാനന്ദഗിരി സ്വാമികൾ, അതേപോലെ തന്നെ നരസിംഹമൂർത്തി സ്വാമികൾ, ഗോവിന്ദാനന്ദ സ്വാമികൾ, മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ തുടങ്ങി മഹാഗുരുവിൻ്റെ പ്രമുഖ ശിഷ്യന്മാരെല്ലാം ആയിരക്കണക്കിന് ഭക്തന്മാരോടൊപ്പം ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്നു. വൈക്കം വെല്ലൂർ മഠത്തിൽ എത്തിയ മഹാഗുരു അവിടെ വച്ചാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. മൂത്രതടസ്സമായിരുന്നു ഗുരുവിൻ്റെ രോഗം. അവിടെ കേരള ധന്വന്തിരി എന്ന ചോലയിൽ മാമി വൈദ്യർ വൈക്കത്ത് ഗുരുവിനെ കാണാൻ എത്തുന്നു. വൈദ്യരുടെ ചികിത്സ ഫലിക്കാതെ വന്നപ്പോൾ, കാരണം അവിടെ എത്തിയ വൈദ്യർ ഗുരുവിനെ കണ്ടു, ഗുരുവിൻ്റെ രോഗങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിനെ ചികിത്സിച്ചു. എങ്കിലും വൈദ്യരുടെ ചികിത്സ ഫലിക്കാതെ വന്നപ്പോൾ വൈക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ റാവുവിനെ വരുത്തി വിശദമായി പരിശോധിച്ചു. റാവുവിൻ്റെ പരിശോധനയും മരുന്ന് കൊടുക്കലും ഒന്നുകൊണ്ടും രോഗത്തിന് ശമനം കാണാതെ വന്നപ്പോൾ ഡോക്ടർ കൃഷ്ണൻ അവർകളെ വിവരമറിയിച്ചു. ഡോക്ടർ കൃഷ്ണൻ പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ വീട്. പ്രശസ്തനായ ഡോക്ടർ മഹാഗുരുവിൻ്റെ ഒരു ഭക്തദാസനായിരുന്നു. ഡോക്ടർ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ രാഘവനെ വൈക്കത്തേക്ക് അയച്ചു. അദ്ദേഹം വൈക്കത്തെത്തി വേണ്ടതുപോലെ ഗുരുവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. മൂത്രതടസ്സത്തിൻ്റെ വൈഷമ്യം ഗുരുവിനെ വല്ലാതെ അലട്ടി. ശിഷ്യന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് ഡോക്ടർ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. വേണ്ടതെല്ലാം ചെയ്തു. ശിഷ്യന്മാരും ഭക്തന്മാരും മഹാഗുരുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി സദാസമയവും ഗുരുവിനോടൊപ്പമുണ്ട്. ചികിത്സ മുറയ്ക്ക് നടക്കുന്നു. രോഗം കൂടിയും കുറഞ്ഞുമിരിക്കുന്നു. അവസാനം രോഗത്തിന് കാര്യമായ മാറ്റം കാണാതെ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പ്രശസ്തനായ ഡോക്ടർ നോബിളിനെ വരുത്തി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഗുരുവിനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവംഗതനായ ഡോക്ടർ കോമൻ്റെ വസതിയിലായിരുന്നു താമസിപ്പിച്ചത്. ഡോക്ടറിൻ്റെ ഭാര്യയും മക്കളും ഒരു മഹാഭാഗ്യമായി ഗുരുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. വേണ്ടതെല്ലാം ഗുരുവിന് വേണ്ടി അവരുടെ കഴിവുകൾ പരമാവധി പ്രയോഗിച്ചു. ഗുരുവിനെ പരിപാലിച്ചെങ്കിലും ഗുരുവിൻ്റെ രോഗത്തിനൊരു കുറവും വന്നില്ല. അലോപ്പതി ഡോക്ടർമാരെ കൂടാതെ
പ്രശസ്തരായ ആയുർവേദ വൈദ്യന്മാര്, ചോലയിൽ മാമി വൈദ്യർ, കാക്കനാട്ട് മാമാ വൈദ്യർ, കണ്ണൻ വൈദ്യർ, PM ഗോവിന്ദൻ വൈദ്യർ, പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ എന്നിവരും അവരൊരാൾ കഴിയുന്ന എല്ലാ വൈദ്യമുറകളും പ്രയോഗിച്ചു. എങ്കിലും രോഗം നാൾക്ക് നാൾ മൂർച്ഛിച്ചു വന്നു. ഗുരു ക്ഷീണിതനായിരിക്കുന്നു. അവസാനം ഗുരുവിൻ്റെ നിർബന്ധപ്രകാരം ഗുരുവിനെ ശിവഗിരിയിൽ കൊണ്ടുവന്നു. ചികിത്സ മുറയ്ക്ക് നടക്കുന്നു. അനേകം ഭക്തജനങ്ങൾ ഗുരുവിനെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. പത്രദ്വാര ഗുരുവിൻ്റെ രോഗവിവരം ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്തും അനേകം രോഗികൾ, മക്കളില്ലാത്തവരും വീടില്ലാത്തവരും ആലംബഹീനരുമായ അനേകം പേർ ഗുരുവിൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു നോട്ടം കൊണ്ടുപോലും അവരുടെ ദുഃഖങ്ങളും രോഗപീഠകളും വിഷമതകളും എല്ലാം മാറ്റിക്കൊടുത്തു. ഇത് കണ്ടിട്ടാവാം മഹാകവി ഉള്ളൂർ ഗുരുവിനോട് പറഞ്ഞു, അങ്ങയുടെ രോഗവും മാറ്റിക്കൂടെ? ഉടൻ വന്നു മറുപടി, ഇത് ശരീരമല്ലയോ, ഇത് ശരീരമല്ലയോ, ഇത് ശരീരമല്ലയോ എന്ന് പറഞ്ഞത് ശരീരം 6 തരം മാറ്റങ്ങൾക്ക് വിധേയമായി കെട്ടടങ്ങേണ്ടതാണ്. അതങ്ങനെ തന്നെ വരും. രോഗവും മോഹാലസ്യവും ശരീരധർമ്മങ്ങളാണല്ലോ. രോഗാദികൾ ജ്ഞാനത്തിനോ സമാധിക്കോ ഒരു മങ്ങലും ഏൽപ്പിക്കില്ല. രോഗാവസ്ഥയിലും അനേകായിരങ്ങളുടെ രോഗങ്ങൾ മാറ്റിയ ഗുരു, എല്ലാം അറിയുന്ന ഗുരു, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി നിൽക്കുന്ന മഹാഗുരു ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 1928 മലയാള മാസം 1104 കന്നിമാസം 1-ാം തീയതി. ഗുരു വളരെയധികം ക്ഷീണിതനായിരിക്കുന്നു. ശിഷ്യന്മാരെല്ലാം അടുത്തുണ്ട്. ഗുരു മൊഴിഞ്ഞു, കന്നി 5 നല്ല ദിവസമാണ്. അന്നിവിടെ വരുന്നവർക്കെല്ലാം നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. മഹാസമാധിയുടെ ചില സൂചനകൾ ആയിരിക്കാം ഗുരുവിൻ്റെ ഈ വാക്കുകൾ. ഗുരു ആഹാരത്തിൻ്റെ മാത്ര കുറച്ചു. പോഷകാംശമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ചൂടാക്കിയ വെള്ളവും ജീരകവെള്ളവും മാത്രം. അതായത് തൻ്റെ ശരീരത്തിൽ മലാംശം പോലും അവശേഷിക്കരുതെന്ന് ഗുരു ആഗ്രഹിച്ചുവോ? താടിരോമങ്ങൾ ക്രമാതീതമായി വളർന്നിരിക്കുന്നു. ഒരു ക്ഷുരകനെ കൊണ്ടുവന്ന് ഷേവ് ചെയ്യിപ്പിച്ചു. ആ കത്തി അവന് തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു. ആ കത്തി വീണ്ടും ഉപയോഗിക്കാമല്ലോ എന്നൊരു ശിഷ്യൻ പറഞ്ഞപ്പോൾ ഉടൻ വന്നു മറുപടി, ഇനി അതിൻ്റെ ആവശ്യമില്ല. 1928 സെപ്റ്റംബർ 20, 1104 കന്നി 5. അന്ന് കാലാവസ്ഥയ്ക്ക് പ്രത്യേകതയുണ്ടായിരുന്നു. ആകാശം മേഘാവൃതമായിരിക്കുന്നു. ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതി കണ്ണുനീർ പൊഴിക്കുന്നത് പോലെ, നിശ്ചേഷ്ടനായി നിൽക്കുന്നത് പോലെ. ഉച്ചയായപ്പോൾ മാനം തെളിഞ്ഞു. മഹാഗുരു കൽപ്പിച്ചതുപോലെ അവിടെ എത്തിയ ഭക്തന്മാർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. സമയം ഏതാണ്ട് 3 മണി. ഗുരുദേവ ശിഷ്യരായ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ യോഗവാസിഷ്ടം ജീവമുക്തി പ്രകരണം വായിച്ചുകൊണ്ടിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ഗുരുശിഷ്യന്മാർ ധർമ്മതീർത്ഥ സ്വാമികൾ, സുഗുണാനന്ദഗിരി സ്വാമികൾ, അച്യുതാനന്ദ സ്വാമികൾ, നരസിംഹസ്വാമികൾ, വിദ്യാനന്ദ സ്വാമികൾ എന്നിവർ ഗുരുവിൻ്റെ ചുറ്റും നിൽക്കുന്നു. നമുക്ക് നല്ല ശാന്തി തോന്നുന്നു. തൃപ്പാദങ്ങൾ എടുത്തു വളർത്തിയ അന്തേവാസികളായ നാനാജാതിയിൽപ്പെട്ട കുട്ടികൾ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് ആദരപൂർവം നടന്നു നീങ്ങുന്നു. ആ കാഴ്ച ഗുരുവിൻ്റെ മനസ്സിനെ വല്ലാതെ മഥിച്ചു. മഹാഗുരുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞോ എന്ന് സംശയം. നാനാജാതി മതസ്ഥരായ കുട്ടികൾ അവരൊന്നൊന്നായി പോകുന്നു. ജാതിമതഭേദമില്ലാതെ തോളോട് തോൾ ചേർന്നു പോകുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് ചാത്തൻ കിടാത്തതിന് തൊട്ടതിന് സ്വജനങ്ങളുടെ ശാസന താൻ ഏൽക്കേണ്ടി വന്നു. ഇന്നിതാ നാനാജാതി മതസ്ഥരായ കുട്ടികൾ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നടന്നു നീങ്ങുന്നു.
ആ കാഴ്ച ഗുരുവിൻ്റെ മനസ്സിന് വല്ലാതെ സന്തോഷിച്ചു. ആ സന്തോഷം അമിതമായ സന്തോഷമായിരിക്കാം ഗുരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. സമയം 3:25. ഗുരു എഴുന്നേൽക്കണമെന്ന് ആംഗ്യം കാണിച്ചു. അച്യുതാനന്ദ സ്വാമികൾ ഗുരുവിനെ താങ്ങിപ്പിടിച്ചു. ശരീരം പത്മാസനത്തിൽ ബന്ധിച്ചിരുന്നു. കന്നി 5, വ്യാഴാഴ്ച, ശുക്ലഷഷ്ഠി, 3:30. ശിഷ്യന്മാരും ബ്രഹ്മചാരികളും ചേർന്ന് ദൈവദശകം ആലപിക്കാൻ തുടങ്ങി. മഹാഗുരു എന്നും ശരീരഭാവത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകണമേ എന്ന അമിതമായ ആഗ്രഹത്തോടുകൂടി അവർ ദൈവദശകം ആലപിച്ചു. ദൈവദശകം ആലപിച്ചു തീർന്നു. ആഴമേറും നിൻ മഹസ്സാവാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന അവസാന വരികൾ ചൊല്ലിത്തീർന്നപ്പോൾ 73ാമത്തെ ജന്മദിനം പൂർത്തിയാക്കിയ മഹാഗുരുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. മഹാഗുരുവിന് ചുറ്റും കൂടി നിൽക്കുന്ന ഭക്തന്മാരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭൗതികമോഹം ഉപേക്ഷിച്ച് പരബ്രഹ്മസ്വരൂപത്തിൽ സമ്പൂർണം വിലയം പ്രാപിച്ചു മഹാഗുരു. നാം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നരുളിയ മഹാഗുരുവിൻ്റെ ശരീര വേർപാട് മാത്രമാണ് മഹാസമാധി. മരണമായി നമ്മൾ ആരും കാണേണ്ട. പരബ്രഹ്മസ്വരൂപമായ മഹാഗുരുവിൻ്റെ ശരീര വേർപാട് നടന്നുവെങ്കിലും മഹാസമാധിയായി ഇതിനെ നാം കാണുന്നു എങ്കിലും നമ്മളിൽ നിന്ന് മഹാഗുരു വേർപെട്ടിട്ടില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. എങ്കിൽ പോലും മനം നൊന്ത് സഹോദരനയ്യപ്പൻ ഉറക്കെ പാടി, ജരാരുജാമൃതി ഭയമേഴാശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു, ജയനാരായണ ഗുരുസ്വാമിൻ ദേവ, ജയ ഭഗവാനേ, ജയ ജഗദ്ഗുരു. തവ വിയോഗാർത്തി പരിതപ്തർ ഭവത് കൃതകപുത്രരാമനേകലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാലുദകം വാഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു, മുഴുവൻ സദ്ഗുരു, മലയാളക്കര മുഴുവൻ സദ്ഗുരു. നാശവും ക്ഷയവുമില്ലാത്തതും സംശുദ്ധവും കീർത്തി സംയുക്തവുമായ മോക്ഷപദത്തെ പ്രാപിച്ച സദ്ഗുരു, അവിടുന്ന് വിജയിച്ചരുളിയാലും, അവിടുന്ന് വിജയിച്ചരുളിയാലും, അവിടുന്ന് വിജയിച്ചരുളിയാലും